നമസ്കാരം. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ പറയുകയാണെന്ന് PV അൻവർ. സ്വർണ്ണക്കടത്ത് രാജ്യദ്രോഹ കുറ്റമാണ്. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് അൻവർ ആരോപിക്കുന്നത്. ADGP അജിത് കുമാർ ഇതിന് കൂട്ടുനിൽക്കുന്നു. ഒരു SP മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടത്താനാവില്ല. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതിയെന്നും PV അൻവർ കൂട്ടിച്ചേർക്കുന്നു. സ്വർണ്ണക്കടത്ത് പോലീസ് പിടിക്കുന്ന കാര്യത്തിൽ പിടിച്ചെടുക്കുന്ന സ്വർണം കൃത്യമായി പോലീസ് കസ്റ്റംസിന് കൊടുത്താൽ പോരെ എന്നാണ് അൻവർ ചോദിക്കുന്നത്. ഇതിനെന്താണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി എന്നും അൻവർ ചോദിക്കുന്നുണ്ട്. സ്വർണം കൊടുത്തുവിട്ടത് ആരാണെന്ന് പോലീസിന് വിദേശ രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കാൻ കഴിയുമോ എന്നാണ് അൻവറിൻ്റെ ചോദ്യം. കസ്റ്റംസിന് അത് അന്വേഷിക്കാൻ ചട്ടമുണ്ട്, അന്താരാഷ്ട്ര നിയമമുണ്ട്. കൊടുത്തുവിട്ടവനെയും പിടിക്കണ്ടേ? കൊടുത്തുവിട്ടവൻ്റെ ഏജന്റിനെ ഒരാളെയെങ്കിലും പോലീസ് അന്വേഷിച്ചോ? മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ പറയുകയാണ്. ഇതൊരു പ്രപഞ്ച സത്യമായി നിൽക്കുകയല്ലേ? അൻവർ ചോദിക്കുന്നു. സ്വർണ്ണക്കടത്ത്, ഹവാല പണം പോലീസ് പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് അൻവറിൻ്റെ പ്രശ്നത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞ കാര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അൻവറിൻ്റെ ഈ പ്രതികരണമുണ്ടായത്. ആവർത്തിച്ച് മുഖ്യമന്ത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നും PV അൻവർ പറഞ്ഞു. ഇവിടുത്തെ സഖാക്കൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ടെന്നും അൻവർ പറയുന്നുണ്ട്. സ്വർണം പോലീസ് പിടിച്ച ഒരു കേസും ശിക്ഷിക്കാൻ കഴിയില്ല. കസ്റ്റംസ് ആക്ട് 108 പ്രകാരം കേസെടുത്താൽ മാത്രമേ ശിക്ഷ ഉറപ്പാക്കാനാവൂ. എവിടെ നിന്നും വന്നു, എവിടെ എത്തി, ആർക്കു കൊടുത്തു എന്നതെല്ലാം അന്വേഷിക്കാൻ കസ്റ്റംസിന് മാത്രമേ കഴിയൂ എന്നതും അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രി ആവർത്തിച്ച് തനിക്കെതിരെ പറയുന്നത് അദ്ദേഹത്തിന് ഹോയ് ഹോയ് വിളിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അൻവർ പറയുന്നത്. വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബാപ്പയെ മകൻ കുത്തിക്കൊന്ന് പിന്നീട് ആത്മഹത്യ ചെയ്തതോ നാടുവിടുന്നതോ കണ്ടിട്ടില്ലേ എന്നും അൻവർ ചോദിക്കുന്നു. തൻ്റെ പൊതുയോഗത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ. തനിക്കെതിരായ ഫോൺ ചോർത്തൽ കേസ് പ്രതികാര നടപടിയുടെ ഭാഗമാണ്. തനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം സംബന്ധിച്ച് പരാതി നൽകില്ലെന്നും PV അൻവർ പറഞ്ഞിട്ടുണ്ട്. PV അൻവറിൻ്റെ നെഞ്ചത്ത് കയറാതെ സർക്കാർ യുവാക്കളുടെ കാര്യം നോക്കണം. തന്നെ വർഗീയവാദിയാക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഞായറാഴ്ച നടന്ന പൊതുയോഗം വിപ്ലവമാകുമെന്ന് പറഞ്ഞത് സംഭവിച്ചു. നിയമസഭയിൽ ആദ്യ 2 ദിവസം താൻ പോകില്ല. കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തിയ ശേഷമേ നിയമസഭയിലേക്ക് പോകൂ. അവിടെ ഒരു കസേര ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിലത്തിരിക്കും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർവേ പുരോഗമിക്കുകയാണെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്.